വെൽക്കം ബാക്ക്. നമ്മുടെ ഓൾറെഡി റിവ്യൂ ചെയ്ത് പോളിലാറ്റിറ്റൽ ആർക്ക് എവൺ എന്ന് പറഞ്ഞ മോഡലിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു യൂസിങ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സൗണ്ടുള്ള സ്ഥലത്ത് വന്നാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബീച്ചിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം സൗണ്ട് കുറയ്ക്കാൻ പറ്റുന്ന ഓപ്ഷനിൽ വരുമ്പോഴുള്ള ചേഞ്ചും കാര്യങ്ങളും ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. പ്ലഗ് ചെയ്താൽ മാത്രമേ നമ്മളെ ഒളിലാൻഡിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മുടെ മോഡലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ബീച്ചിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ്റെ ലോ മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡിൻ്റെ പേര് സ്ട്രോങ് എന്നാണ്. അപ്പോൾ ഈ 3 മോഡ് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നോയ്സ് ക്യാൻസലേഷൻ്റെ ലോ മോഡാണ്. ഇതിലെത്രത്തോളം മാറ്റം വന്നിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. ബീച്ചിൻ്റെ സൗണ്ട്, എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് മോഡ്, മിഡിൽ ഓപ്ഷന് എത്രത്തോളം ചേഞ്ച് ഉണ്ട് നോക്കാം. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം വർക്കാവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബീച്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നുള്ളതും ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എത്രത്തോളം നോയ്സ് കട്ടാവും എന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷനിലോ നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ മാക്സിമം നോയ്സ് ക്യാൻസലേഷൻ്റെ ലെവല്. ഇപ്പോൾ ഇത് തേർഡ് സ്റ്റേജിൽ എത്രത്തോളം നോയ്സ് കട്ടാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. ബീച്ചിൻ്റെ സൗണ്ടിൽ എത്ര മാറ്റം ഉണ്ട് എന്നുള്ളതും എൻ്റെ വോയിസ് എത്രത്തോളം ക്ലാരിറ്റിയിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 1 വീക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ചാർജും അത്യാവശ്യം നിൽക്കണമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സിംഗിൾ പേഴ്സൺ യൂസ് ചെയ്യണ ഇതൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈക്ക് ഉണ്ടാവും. അതിലിപ്പോൾ ഇനിയിപ്പോൾ ഒന്നിൽ ചാർജ് കഴിഞ്ഞാലും നമുക്ക് രണ്ടാമത്തെ ഉപയോഗിക്കാം. പിന്നെ ചാർജിങ് കേസ് ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്കും ഇതിൻ്റെ 2 മോഡലുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് അതിന് ഡീറ്റെയിൽ ആയിട്ട്. 2 മോഡൽ വരുന്നുണ്ട്. കേസ് ഉള്ളതും ഒരു നോർമൽ കേസും ഒരു ഓപ്പൺ കേസ് പോലത്തെ ഒരു കേസ് ഉള്ളതും ഉണ്ട്. അപ്പോൾ ബെറ്റർ എനിക്ക് ഇതാണ് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ് കാര്യങ്ങളും വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം. അതേപോലെ ഇതിൻ്റെ മാഗ്നറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ ഷർട്ടിൽ പിൻ ചെയ്തിട്ടുള്ളത് കാണാം. ഇതിങ്ങനെ ഇളക്കിയിട്ടൊന്നും പോകണമെന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഓടിയാലും ചാടിയാലൊന്നും ഇത് പോകാനൊന്നും പോകണില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓടിക്കൊണ്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ബൈക്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാണെങ്കിലും ഇത് ഊരി തെറിച്ച് പോകുക എന്നുള്ള പേടിൻ്റെ ഒന്നും ആവശ്യമില്ല. സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഒളിലാൻഡ് ഇപ്പോൾ നോർമലായിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന മോഡലാണ്. ആ മോഡലിൻ്റെ ഒരു ലോ ഓപ്ഷനിൽ അവർ പ്രൈസിലും ഒക്കെ കുറവിൽ ഇറക്കിയൊരു മോഡലാണിത്. മറ്റേതിന് ഏകദേശം 13,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട് റൗണ്ടിലുള്ള ചെറിയ മോഡലിന്. ഇതിന് നമുക്ക് 5,000 ആ റേഞ്ചിലും 4,000 റേഞ്ചിലും ഈ സെയിം മോഡൽ തന്നെ കിട്ടും. കേസിൻ്റെ മാറ്റമാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ പറയാണ്. അപ്പോൾ ഇതിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് മാത്രമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മൈക്ക് ഉണ്ടാവുമല്ലോ. ഒരു കണക്ടറും 2 മൈക്കുമാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു മൈക്കിൽ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൈക്ക് എടുത്താൽ മതി. പിന്നെ ചാർജിങ് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ലതാണ്. ചാർജിങ് കേസിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ മറന്നു പോകണമെങ്കിലും അത് ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളും മൈക്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഇതിന് കുറഞ്ഞ മോഡലുകളൊക്കെ ഉണ്ട്. നമുക്ക് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ള ഒരു ബേസ് ഓപ്ഷനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണ് ഓണാക്കിയിടുക. നമ്മൾ ബെറ്റർ വീഡിയോസ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.